ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരം നേരിടുന്ന കാതലായ പ്രശ്നം ക്രൈസ്തവ സഭകൾ വഴി ആംഗ്ലോ സാക്സൺ സംസ്കാരം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതുവഴി മതപരിവർത്തനത്തിനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന RSSന്റെ പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ. ആ ഓർഗനൈസർ എഴുതിയ മുഖപ്രസംഗത്തിലെ വരികളാണ് ഇപ്പോൾ കേട്ടത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ പാലക്കാട് രണ്ടിടത്തുണ്ടായ ആക്രമണത്തിൽ BJPക്ക് മനസ്സറിവില്ലെന്ന് നേതാക്കൾ കൈയൊഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കരുതെന്നാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഓർഗനൈസർ എഡിറ്റർ പ്രഫുല്ല കേട്കർ പേര് വച്ചെഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് പോലും സ്തോഭജനകമാണ്. ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ എന്നാണ് ആ തലക്കെട്ട്. വിനാശകരമായ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം എന്ന് വിളിക്കാൻ മാത്രം എന്ത് കെടുതിയാണ് ഈ ആഘോഷം ഇവിടെ ഉണ്ടാക്കുന്നത്? സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോട് എന്തിനീ വെറുപ്പ്? പഞ്ചാംഗത്തിൽ പറയുന്ന പുതുവത്സരം ഇന്ത്യയിൽ ആഘോഷിച്ചാൽ മതിയെന്നാണ് RSS മുഖമാസിക പറയുന്നത്. ആ മുഖപ്രസംഗത്തിലെ വാദങ്ങൾ ആദ്യം വായിക്കാം. ക്രിസ്മസ് തലേന്ന് രാത്രി മുതൽ പുതുവത്സര തലേന്ന് വരെ മാർക്കറ്റിലേക്ക് നോക്കണം. എല്ലായിടത്തും ദീപാലങ്കാരങ്ങളാണ്. ഉപഭോക്താക്കൾക്ക് വലിയ കിഴിവുകൾ പ്രഖ്യാപിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ട്രാവൽ ഏജന്റുമാർ സഞ്ചാരികളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഓസ്ട്രേലിയയിൽ തുടങ്ങുന്ന പുതുവത്സരാഘോഷങ്ങൾ ടെലിവിഷൻ ചാനലുകൾ തത്സമയം കാണിക്കുകയാണ്. പുതുവത്സര ദിനത്തിലെ മദ്യപാനവും ഭക്ഷണവും സംസ്കാരത്തിന്റെ ഭാഗമാക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഈ പുതുവർഷം ആഘോഷിക്കുന്നത്? എന്ത് സാംസ്കാരിക പ്രാധാന്യമാണ് ഈ ആഘോഷത്തിന് ഉള്ളത്? ഇത് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയോടെ ചെയ്യുന്നതൊന്നുമല്ലല്ലോ. ഇതാണ് ഓർഗനൈസർ മാസികയുടെ എഡിറ്റർ ഉയർത്തുന്ന ചോദ്യങ്ങൾ. എന്താണ് ശാസ്ത്രീയം എന്നും ആ മുഖപ്രസംഗം വിശദീകരിക്കുന്നുണ്ട്. പഞ്ചാംഗത്തെയും പുതുവത്സരത്തെയും കുറിച്ച് മുഖപ്രസംഗം വിശദമായി പറയുന്നുണ്ട്. ഇന്ത്യയുടെ പുതുവത്സരങ്ങളിൽ ചിലതിന് മതപരമായ ബന്ധങ്ങളുണ്ട്, ചിലത് ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാം പഞ്ചാംഗത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കി നിർണയിച്ചിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്തുടരുന്നതാണ് ഈ ബഹുതല കലണ്ടർ എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിനു മേൽ ആംഗ്ലോ സാക്സൺ സംസ്കാരം പിടിമുറുക്കുന്നത് തിരിച്ചറിയണം. സഭയുടെ മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇസ്രായേൽ ഈ പുതുവത്സരം ആഘോഷിക്കുന്നില്ലെന്ന് തിരിച്ചറിയണം എന്നും മുഖപ്രസംഗം പറയുന്നു. ക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന മതമാണ് യഹൂദമതം. അവർ ക്രിസ്തുവിനെയും ക്രിസ്തുവർഷത്തെയും അംഗീകരിച്ചാൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ക്രൈസ്തവരും മുസ്ലിങ്ങളും ജൈനരും ബുദ്ധരും ജൂതരും മതമില്ലാത്തവർക്കും ഒരേ അവകാശമുള്ള രാജ്യമായ ഇന്ത്യയിലും ഇസ്രയേലിൽ എന്നതുപോലെ വേണം എന്ന് ശഠിക്കുന്നത് എന്തിന്? ഏകമത രാഷ്ട്രവാദം അല്ലാതെ മറ്റെന്താണ് ഓർഗനൈസർ ഉന്നയിക്കുന്നത്? ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്ന സംഘടനയുടെ നിയന്ത്രിതാക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ക്രിസ്മസിന്റെ അമേരിക്കൻ വൽക്കരണമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഓർഗനൈസർ ആരോപിക്കുന്നത്. ക്രിസ്മസിന് സമ്മാനം കൊടുക്കുന്ന രീതി വന്നത് കൊക്കോക്കോളയുടെ സ്വാധീനത്താലാണ്. വിപണന തന്ത്രത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് ബോക്സിംഗ് ഡേ ആഘോഷം. സഭ ഉണ്ടാക്കിയതും മുതലാളിത്തം സ്പോൺസർ ചെയ്യുന്നതുമായ ഈ ആഘോഷം ഉണ്ടാക്കുന്ന നഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. RSS ഈ വാദമുയർത്തുന്നത് ആർക്കെതിരെയാണ്? അത് കേവലം പുതുവത്സരാഘോഷത്തിനെതിരല്ല, ക്രിസ്മസിനെതിരാണ്. ഹിന്ദുക്കൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെയാണ് നിരുത്സാഹപ്പെടുത്തുന്നത്. ഹിന്ദു ആഘോഷങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്നാണ് RSS മുഖമാസിക ചോദിക്കുന്നത്. ക്രിസ്മസ് ആണ് ക്രൈസ്തവ സഭയുടെ തന്നെ വിശ്വാസ പ്രമാണത്തിന്റെ മൂലാധാരം. തിരുപ്പിറവി ആഘോഷിക്കുന്നതിനെ തന്നെയാണ് RSS ചോദ്യം ചെയ്യുന്നത്. അതാണ് ഡിസാസ്ട്രസ് അഥവാ വിനാശകരം എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് ജൂതർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. 6-ാം നൂറ്റാണ്ട് മുതൽ സജീവമായി സഭ ഇവിടെ പ്രവർത്തിച്ചതിന് തെളിവുകളുണ്ട്. 1400 വർഷമായി ക്രിസ്മസ് ഈ രാജ്യത്ത് ആഘോഷിക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വന്ന ശേഷം ആരംഭിച്ചതല്ല. RSS ഇപ്പോൾ വെറുമൊരു NGO അല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടനയാണ് ഇത്തരം വാദമുഖങ്ങൾ ഉയർത്തുന്നത്. കുരിശിലേറ്റുന്നത് ഈ രാജ്യത്ത് തുല്യ അവകാശമുള്ളവരെയാണ്. അക്കാമ ചെറിയാനും റോസമ്മ പുന്നൂസും ആനി മസ്ക്രീനും ഒക്കെ ചേർന്ന് നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് മറക്കാതിരിക്കാം.
സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.